ഹായ് ഓൾ, ഇന്നത്തെ സെഷനിൽ നമ്മളോടൊപ്പം ഉള്ളത് മിസ്റ്റർ സർച്ചു അലക്സ് ആണ്. യൂറോയിലെ ജർമ്മൻ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആയിട്ടാണ് മിസ്റ്റർ സർച്ചു അലക്സ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജർമ്മനിനെ പറ്റിയുള്ള എന്ത് ഡൗട്ടും A to Z എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സെഷനിലൂടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഹായ് സർച്ചു, വെൽക്കം ടു അവർ നോളജ് സെഷൻ. താങ്ക്സ്. ഇപ്പം എത്ര വർഷമായിട്ടാണ് സാർ ഈ ജർമ്മൻ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി ജർമ്മൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2018-ലാണ്. 2018 ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയത്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് ചെന്നൈയിൽ നിന്നാണ് പഠിച്ചത്. 2018 പഠിച്ചു. 2019 ഞാൻ ജർമ്മനിയിൽ പോയി. ഞാൻ ഓൾ ഇന്ത്യ സർവീസ് ഇപ്പം ഫ്രൈവിലിഗ സോഷ്യales Jahr എന്ന് പറയുന്ന FSJ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യാനാണ് ഞാൻ പോയത്. 2021 ആയപ്പോൾ ഞാൻ നാട്ടിൽ തിരിച്ചു വരികയും ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനറായിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് നാട്ടിൽ. എന്നിട്ട് ഗ്രാജുവലി വന്നിട്ട് ഞാൻ ഒരു 1 year ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ കൺസൾട്ടൻ്റ് ആയിട്ട് ഞാൻ മാറുമായിരുന്നു. അപ്പം തുടർന്നൊരു 3 വർഷമായിട്ട് ഞാനിപ്പോൾ ജർമ്മൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആണ് ഇൻ ഓൾ ദ ഫീൽഡ്, ജർമ്മനി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യവും. ജർമ്മനിയിൽ നിന്നിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? എസ്പെഷ്യലി സ്റ്റുഡൻസിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു അവിടെ? ഇപ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ആ ഒരു 2 yearsന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആസ് എ വോളണ്ടിയർ. അപ്പം എനിക്ക് 2 സെക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പോയ സമയത്ത് എനിക്ക് 25 വയസ്സും ഞാൻ അവിടെ 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 26 വയസ്സായി. 26 വയസ്സ് വരെയാണ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ വോളണ്ടിയർ സർവീസ്, ഈ ഫ്രൈവിലിഗ സോഷ്യales Jahr എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 26 വയസ്സിന് മുകളിലോട്ടുള്ള ഏത് പ്രായക്കാരാണെങ്കിലും ജർമ്മനിയിലുള്ളവർക്കാണെങ്കിൽ BFD എന്ന് പറഞ്ഞിട്ട് ബുണ്ടസ് ഫ്രൈവിലിഗ ദീൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിലോട്ട് സെക്ഷനിലോട്ട് മാറും. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും സോഷ്യൽ സർവീസ് തന്നെയാണ്. പക്ഷേ ആ ഏജിൻ്റെ ഒരു ഇത് വരുമ്പോൾ നെയിമിൽ ചേഞ്ചസ് വരുമെന്നുണ്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. കാരണം വീക്കിലി നമുക്ക് 5 days നമുക്ക് ജോലിയുള്ളൂ. നമുക്ക് എപ്പോഴും ഇഷ്ടംപോലെ ടൈം ഫ്രീ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുമായിരുന്നു. അല്ല വീക്കെൻഡ്സിലൊക്കെ നമുക്ക് എപ്പോഴും ലീവ് ഉണ്ടായിരുന്നു. അവിടെ പോയതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ വന്നിട്ട് നല്ലൊരു ചേഞ്ച് ഉണ്ടായത്. ഇപ്പോൾ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് അവിടെ ചെന്ന് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ മീറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പം ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പോയ ടൈമിൽ സ്റ്റുഡൻസ് വെയർ നോട്ട് അവെയർ ഓഫ് ദിസ് വോളണ്ടിയർ സർവീസ്. ഈ വോളണ്ടിയർ സർവീസ് എന്ന ഒരു ഇതിനെക്കുറിച്ച് നമ്മുടെ മലയാളി സ്റ്റുഡൻസിന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ എന്നോട് ചോദിക്കുമായിരുന്നു ഇത് ഏത് പ്രോഗ്രാമാണ്, എങ്ങനെ വന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. ഇപ്പം ഞാൻ വന്നിട്ട് സൗത്ത് ഓഫ് ജർമ്മനി ഒരു ബാഡൻ വുട്ടൻബർഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ നിയർ ബൈ യൂണിവേഴ്സിറ്റീസിലെ പിള്ളേരെയൊക്കെ ഞാൻ കാണുമായിരുന്നു. അപ്പം അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, സ്റ്റുഡൻറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹെക്റ്റിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പോകണം, അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്, പാർട്ട് ടൈം ജോബ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതിനോടൊപ്പം തന്നെ ഇൻ കേസ് ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അഫ്കോഴ്സ് അവർക്ക് നെക്സ്റ്റ് സെമ്മിൽ ഫീസ് അടയ്ക്കണം. പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവർക്ക് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻസ് പേ ചെയ്യണം. അവരുടെ മന്ത്ലി റെൻറ്റ്, ഫുഡ് അവർക്ക് ഉറപ്പായിട്ടും വന്നതിനുള്ളൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ കൂടിയും ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ലൈഫൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പം എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല വേറൊരാൾക്ക് ഉണ്ടായിട്ടുള്ളത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് വന്നിട്ട് നമുക്ക് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് മാത്രമല്ല, നമ്മളൊരു ഇന്റർനാഷണലി നമ്മൾ നിന്നൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പേഴ്സണലായിട്ടുള്ളതും അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ചേഞ്ചസിനപ്പുറം നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അപ്പം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഉറപ്പായിട്ടും വന്ന് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കും അത് ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പം കൺസൾട്ട് ചെയ്ത് വിട്ടിട്ടുള്ള പിള്ളേർക്കും എൻ്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്ത് തന്നിട്ട് തന്നെയാണ് ഞാൻ അവരെ അങ്ങോട്ട് അയക്കുന്നത്. താങ്ക് യു. ആസ് ആൻ എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്, നാട്ടിലുള്ള സ്റ്റുഡൻസിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ജർമ്മനിയിലുള്ളത്? നാട്ടിൽ നിന്ന് നമുക്ക് ജർമ്മനിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ പോകുന്ന ആളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടാണ്. ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് നമുക്ക് ഔപെയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒരു എൻട്രി ലെവൽ എന്നുള്ള രീതിക്ക്. അത് വന്നിട്ട് ഒരു ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ ബേബി സിറ്റർ എന്നൊക്കെ പറയുന്ന പോലെ. ആക്ച്വലി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജർമ്മൻ ഫാമിലിയിൽ നമ്മൾ പോയിട്ട് ഒരു ഫാമിലി മെമ്പറെ പോലെ അവരുടെ കുട്ടികളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇത് ഔപെയർ എന്ന് പറയുന്നത്. ആക്ച്വലി അതൊരു 1 year പ്രോഗ്രാമാണ്. ഒരു ഫാമിലി നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മളെ എടുക്കുന്നു, നമ്മൾ ആ ഫാമിലിയിൽ പോകുന്നു, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു. ദേ വിൽ പേ യു മന്ത്ലി ഒരു സ്റ്റൈഫൻഡ് പോലെ അല്ലെങ്കിൽ പോക്കറ്റ് മണി പോലെ അവർ പേ ചെയ്യുന്നു. നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കി തരുന്നു. അതാണ് ബേസിക്കലി ഔപെയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബിഗിനിങ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പോയ ഈ ഫ്രൈവിലിഗ സോഷ്യales Jahr അല്ലെങ്കിൽ BFD, ഈ വോളണ്ടിയർ സർവീസ് എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നത്. വോളണ്ടിയർ സർവീസ് ബേസിക്കലി വന്നിട്ട് 1 year ആണ്. അത് നമുക്ക് 1.5 വർഷം വരെ ചെയ്യാം.
നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് മിനിമം ഒരു 6 മാസമെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വോളണ്ടിയർ സർവീസ് ചെയ്യാം. അതിലും കുറഞ്ഞ സമയം ചെയ്ത് വേറെ പ്രോഗ്രാമിലോട്ട് പോകുന്നവരും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഹൗസ് ബിൽഡിംഗ്, ഈ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം വരുന്നത്. ഇതിന് ശേഷം ഗ്രാജുവലി നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യാം, മാസ്റ്റേഴ്സ് ചെയ്യാം, PhD ചെയ്യാം. ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം കഴിഞ്ഞവർക്ക് അവിടെ മാസ്റ്റേഴ്സ് ഡിപ്ലോമ ചെയ്യാം. ഇതാണ് എഡ്യൂക്കേഷൻ രീതിയിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ജോബിനായിട്ട് പോകാം. അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ജർമ്മൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലൂ കാർഡ് ഹോൾഡേഴ്സ് ആയിട്ട് പോകും, IT പ്രൊഫഷണലിന് ഡയറക്റ്റ് IT ജോബ്സിനായിട്ട് പോകും. അങ്ങനെ പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നിലവിൽ ജർമ്മനിയിലുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, നമുക്ക് സംസാരിക്കാൻ. സാർ ഇപ്പം വൈഡ് വെറൈറ്റീസ് ഓഫ് ഓപ്പർച്യൂണിറ്റി പറ്റി പറഞ്ഞല്ലോ. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ പോകാൻ പറ്റും? അപ്പം റിക്വയർമെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ ബേസിക് റിക്വയർമെന്റ്സ്. ഓക്കെ, ബേസിക് റിക്വയർമെന്റ്സിലോട്ട് പോവാം. അതർവൈസ് ദ വീഡിയോ വിൽ ബി സോ ലെങ്തി. ഇപ്പം ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ് പറഞ്ഞ ഓപ്പയറിന്റെ ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ 18 വയസ്സായിരിക്കണം, +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, മിനിമം ലെവൽ ഓഫ് ലാംഗ്വേജ് A1, ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഇതനുസരിച്ച് കൂടും. അതുപോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. നെക്സ്റ്റ് വോളണ്ടിയർ സർവീസ് വരും. വോളണ്ടിയർ സർവീസിന് മിനിമം വന്നിട്ട് B1 ലെവൽ ഓഫ് ലാംഗ്വേജ്. പിന്നെ നോർമലി വന്ന് A2 വെച്ച് എടുക്കുന്നവരുണ്ട്, B1 വെച്ച് എടുക്കുന്നവരുണ്ട്. അത് നിങ്ങൾ പോകുന്ന ഓർഗനൈസേഷൻ അനുസരിച്ച് ചേഞ്ച് ആവും. പിന്നെ മിനിമം +2 ക്വാളിഫിക്കേഷൻ വേണം. ഡിഗ്രി വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് പോകുന്നവരുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് വരുന്നത്. അത് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾക്ക് B2 ലെവൽ ഓഫ് ലാംഗ്വേജ്, അതർ കോഴ്സസ് മെഡിക്കൽ റിലേറ്റഡ് അല്ലാത്ത കോഴ്സുകൾക്ക് B1 ലെവൽ ഓഫ് ലാംഗ്വേജുമാണ് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. +2 ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. ബെറ്റർ നേഴ്സിംഗ് കോഴ്സുകൾക്ക് നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ അതുകൂടാതെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് 13 വർഷത്തെ എഡ്യൂക്കേഷൻ വേണം. കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം വ്യത്യാസമുണ്ട് ജർമ്മനിയായിട്ട്. അപ്പം അത് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, മാസ്റ്റേഴ്സിനാണെങ്കിൽ നിങ്ങളുടെ ബാച്ചിലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പഠിച്ച ബാച്ചിലേഴ്സിന് വന്ന് ഗുഡ് അക്കാഡമിക്സ് ഉണ്ടെങ്കിൽ, ഒരു 70% എബോ മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഒരു ഫ്രീ എഡ്യൂക്കേഷൻ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് പോവാം. ഇത് കുറയാം, 60%, 65% നിങ്ങളുടെ ഫീൽഡ് അനുസരിച്ചിട്ട് ചേഞ്ച് വരും റിലേറ്റഡ് ടു മാർക്ക്. ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് IELTS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകാം. പക്ഷേ ബാച്ചിലേഴ്സിൻ്റെ കാര്യത്തിൽ ജർമ്മൻ ലാംഗ്വേജ് ഇസ് എ മസ്റ്റ് ഇൻ പബ്ലിക് യൂണിവേഴ്സിറ്റി. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യം വന്നിട്ട് നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്നതുകൊണ്ട് റിക്വയർമെൻറ്റ്സ് വിൽ ബി കുറവാണ്, റിക്വയർമെൻറ്റ്സ് കുറവായിരിക്കും. ജർമ്മൻ്റെ ആവശ്യം വരത്തില്ല. IELTS വെച്ച് തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ ഒരു വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി മിനിമം 3 years ഓഫ് ഡിപ്ലോമ പ്ലസ് റിലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് പ്രോഗ്രാമിലോട്ട് ജർമ്മനിയിലോട്ട് പോകാനായിട്ട് പറ്റുന്നത്. ഓക്കെ, വിത്തൗട്ട് എ വർക്ക് കോൺട്രാക്ട്, ഇല്ലാതെ തന്നെ അവിടെ പോയി നിങ്ങൾക്ക് ജോലി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റും. സാർ ഇപ്പോൾ നാട്ടിൽ +2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ചൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാം ചൂസ് ചെയ്യുന്നതാണോ നല്ലത്? അത് ഓരോരുത്തരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നോക്കുന്നതെങ്കിൽ, ഒരു ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ് നോക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് വന്നിട്ട് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എടുക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സ്റ്റൈഫൻഡും കിട്ടും. മന്ത്ലി സ്റ്റൈഫൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോഴ്സിന് വന്നിട്ട് അതെന്ത് ചെയ്യും, വേരി ചെയ്യും. ഏറ്റവും കൂടുതൽ സ്റ്റൈഫൻഡ് നഴ്സിംഗ് പ്രോഗ്രാമുകൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ കോഴ്സ് എന്ത് ചെയ്യും, ഈ സ്റ്റൈഫൻഡ് ചേഞ്ച് ആവും. ഇത് വന്നിട്ട് ഓരോ വർഷം കിട്ടുന്നതല്ല, ഓരോ മാസവും നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. ടു കവർ യുവർ ലിവിങ് എക്സ്പെൻസ്, അതർ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ എംപ്ലോയർ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതൊന്ന് അഫോർഡബിൾ ഓപ്ഷൻ നോക്കുന്നവർക്ക് എപ്പോഴും വന്നിട്ട് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും നല്ലത്. പിന്നെ അടുത്ത ഓപ്ഷൻ ബാച്ചിലേഴ്സിന്റെ കാര്യം. ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി വന്നിട്ട് എന്താണ്, ഇപ്പം ബാച്ചിലേഴ്സ് നമ്മളൊരു 4 years ഓഫ് ബാച്ചിലേഴ്സ് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ജോബ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാസ്റ്റേഴ്സിലോട്ട് പോകാം. അല്ല PhD ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് PhD ചെയ്യും. പക്ഷേ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി നോക്കാം. പക്ഷേ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാച്ചിലേഴ്സ് ഇസ് ബിറ്റ് എക്സ്പെൻസീവ്. എന്തിൻ്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ലോ ഫീസിൽ പഠിക്കാം എന്ന് പറയും. പക്ഷേ യു ഹാവ് ടു ഷോ എ സർട്ടൻ എമൗണ്ട് ആസ് എ ബ്ലോക്ക്ഡ് അക്കൗണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 12 ലക്ഷം 13 ലക്ഷം രൂപയൊക്കെ അത് വരും. അത് എന്തിനാണ്, ടു കവർ യുവർ ലിവിങ് എക്സ്പെൻസ്. ഫീസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് കാര്യങ്ങൾ ബാച്ചിലേഴ്സിൽ കവർ ചെയ്യണം. ഇത് ഓരോ വർഷവും കവർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക്, അല്ല എനിക്ക് ബാച്ചിലേഴ്സ് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അഫ്കോഴ്സ് ബാച്ചിലേഴ്സ് ആണ് നല്ലത്. അല്ല എനിക്ക് പഠിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകണം,
എനിക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് സ്റ്റൈഫൻഡ് വേണം, പഠിച്ചു കഴിഞ്ഞ ഉടനെ എനിക്കൊരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഓഫ് കോഴ്സ് വന്നിട്ട് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ് ബെസ്റ്റ്. ഓക്കെ, ഇപ്പം ബ്ലോക്ക് അക്കൗണ്ടിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്? ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വന്നിട്ട് നമ്മുടെ ലീവിങ് എക്സ്പെൻസ് വന്നിട്ട് ഒരു ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്ന ഒരാൾക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു വർഷത്തേക്ക് ഏകദേശം 12 മാസത്തേക്ക് ഏകദേശം 11,409 യൂറോസ്, ഒരു മാസം 992 യൂറോസ് വെച്ചിട്ട് നമ്മൾ എന്ത് കാണിക്കണം? ബ്ലോക്ക്ഡ് അക്കൗണ്ട്, ഒരു സേവിങ്സ് അക്കൗണ്ട് ആയിട്ട്, അല്ലെങ്കിൽ സേവിങ്സ് നല്ല ബ്ലോക്ക്ഡ് എന്ന് വെച്ചാൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ മാസവും ഈ കുട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം സർവീസ് പ്രൊവൈഡേഴ്സിനെ നോക്കുകയാണെങ്കിൽ എക്സ്പാട്രിയോ, ഫിൻഡിബാക്ക്, കൊറാക്കിൾ, ഈ 3 സർവീസ് പ്രൊവൈഡേഴ്സാണ് നമുക്കുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, നമ്മൾ ഈ പറയുന്ന 11,409 യൂറോസ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക ഈ സ്റ്റുഡൻറ്റിൻ്റെ പേര്. ഇത് ജർമ്മനിയിൽ വന്നിട്ട് അക്കൗണ്ടിൽ വന്നിട്ട് ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കും. ഈ സ്റ്റുഡൻറ്റ് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് ഒരു ലോക്കൽ ബാങ്ക് അക്കൗണ്ട് എടുത്തതിന് ശേഷം അത് ഇതിനോട്ട് ഒരു ഫെച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കുട്ടിക്ക് മന്ത്ലി ഞാൻ പറഞ്ഞ 992 യൂറോസ് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പേ ഔട്ട് ആയിട്ട് വരുത്തുള്ളൂ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ബേസിക്കലി അവർക്ക് ഫുഡ്, അക്കോമഡേഷൻ, അവരുടെ ലീവ് എക്സ്പെൻസ് കാര്യങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനും, സത്യം പറയുകയാണെങ്കിൽ ഒരു ജർമ്മൻ പബ്ലിക് ഫണ്ടിൽ വന്നിട്ട് ഈ കുട്ടി വന്നിട്ട് എന്താവരുത്, ആക്സസ് ഉണ്ടാവാതിരിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ പബ്ലിക് ഫണ്ട് ഈ കുട്ടിക്ക് വന്നിട്ട് വേറെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ, ഒരു റെഫ്യൂജി പോലത്തെ ഒരു സെറ്റ് അങ്ങനെ പോവാതിരിക്കാൻ, സേഫ്റ്റിക്ക് സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇടിയിക്കുന്നത്. എല്ലാവർക്കും ഒരു പൊതുവുള്ളൊരു ഡൗട്ടാണ്, ജർമ്മനി പോകാൻ ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ എന്ന്. സാറിന്റെ അഭിപ്രായം എന്താണ്? ഇതൊരു നല്ല ചോദ്യമാണ്. ആക്ച്വലി ജർമ്മനിയിൽ പോകാൻ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ജർമ്മനി പോകാൻ ലാംഗ്വേജ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. ഞാൻ ഈ ബേസിക് ആയിട്ട് പറഞ്ഞ ഹൗസ് ബിൽഡിംഗ്, വോളണ്ടിയർ സർവീസ്, ഇതിനെല്ലാത്തിനും നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് വേണം. ബാച്ചിലേഴ്സ് പ്രൈവറ്റിൽ പഠിക്കാൻ പോകാൻ വേണ്ട, പബ്ലിക്കിൽ പഠിക്കാൻ പോകാൻ വേണ്ട. ഒരു മാസ്റ്റേഴ്സ് വന്നിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകാൻ യാതൊരു ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല, ഇംഗ്ലീഷ് പ്രൊഫഷൻസിന്. പക്ഷേ ഇതാണ് എല്ലാ കൺസൾട്ടൻസികളും കുട്ടികളോട് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഇസ് എ മസ്റ്റ് ഇഫ് യു ഗോ ടു ജർമ്മനി. അപ്പം ജർമ്മൻസ് തന്നെ ഒരു സെയിങ് ഉണ്ട് ജർമ്മനിൽ, സ്പ്രാഹ ഇസ് ദ ഷ്ലൂസ് എന്ന് വെച്ചാൽ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇസ് ദ കീ എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ സർവൈവ് ചെയ്തെടുക്കാം. അപ്പം എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒന്നും വേണ്ട, അവിടെ പോയി നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ലാതെ പഠിക്കാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസ് മാത്രം മതി. ഇറ്റ്സ് നോട്ട് ട്രൂ, അത് സത്യമല്ല. നിങ്ങൾക്ക് അവിടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് എന്ത് വേണം, ജർമ്മൻ ലാംഗ്വേജ് വേണം. അപ്പൊ കൂടുതലും കുട്ടികൾ, ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സിനൊക്കെ ഇവിടെ പഠിക്കാൻ പോകുന്ന പിള്ളേർ IELTS കഴിഞ്ഞ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജർമ്മൻ പഠിക്കും, A1 പഠിക്കും, A2 പഠിക്കും, എനിക്കറിയാം. പഠിച്ച് ജർമ്മനി എത്തിക്കഴിഞ്ഞാൽ അവർ വന്നിട്ട് ആ പഠിച്ച സാധനം ഇമ്പ്രൂവ് ചെയ്തില്ല, അവർ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കും. സോ ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ കാണും, മലയാളീസ് കാണും, അതർ സ്റ്റേറ്റ് കാണും, അതർ കൺട്രീസിലുള്ളവർ കാണും. അപ്പം കോമൺ ആയിട്ട് അവർ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും കോൺവെർസേഷൻസ് ഇത് ചെയ്യുന്നത്. അവർ പഠിച്ചത് കൂടെ മറന്നു. അല്ല, ദർ ആർ സർട്ടൻ പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് അവർ വന്നിട്ട് അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജർമ്മൻ കോഴ്സുകൾക്ക് എൻറോൾ ചെയ്ത് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. അത് അവർക്ക് എപ്പം ബെനിഫിറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞ് അവർ ജർമ്മനിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ജോലിക്ക് പോകും. ഇപ്പൊ ജർമ്മൻസ് എന്തായിരിക്കും ഫസ്റ്റ് കൺസിഡർ ചെയ്യുക, നിങ്ങളൊരു 3 years ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ 4 years ഓഫ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പോട്ടെ, 2 വർഷത്തെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഒരു ജോലിക്കായിട്ട് പോകുമ്പോൾ അവരെന്ത് നോക്കും? നിങ്ങൾ 2 വർഷം ജർമ്മനിയിൽ നിന്നിട്ട് നിങ്ങൾ എന്തുമാത്രം ജർമ്മൻ പഠിച്ചു എന്നുള്ള കാര്യം അവരെ ഉറപ്പായിട്ട് നോക്കും. അപ്പൊ ഇറ്റ്സ് എ പ്ലസ്. പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരെന്ത് ചെയ്യും? യു വർ ഹിയർ ഫോർ ലൈക്ക് 2 years, 2 വർഷമായിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നു, യു ഡിഡ് നോ എനി ജർമ്മൻ. അത് ഉറപ്പായിട്ടും മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഉറപ്പായിട്ട് ഇത് വന്നിട്ടൊരു സെയിൽസ് സ്റ്റോക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല, പക്ഷേ ഇതാണ് സത്യാവസ്ഥ. ഇപ്പം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജർമ്മനി പോയി ജോലി കിട്ടിയവരുണ്ട്, ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്. എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു കാര്യം, ലാംഗ്വേജ് പഠിച്ചിട്ട് പോവുക. അഫ്കോഴ്സ് അവർ ലാംഗ്വേജ് പഠിച്ചിട്ട് പോയി ജോലി കിട്ടും. ലാംഗ്വേജ് ഇല്ലാതെ അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഉറപ്പായിട്ടും പറ്റത്തില്ല. നിങ്ങൾ ഹൈ ലെവൽ ഓഫ് ഇംഗ്ലീഷ് നിങ്ങൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ ലെവലിൽ ഒരു ജർമ്മനിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള റെസ്പോൺസ് കിട്ടും. ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു മടി കൊണ്ടിട്ട് ലാംഗ്വേജ് പഠിക്കാറില്ല, ജർമ്മൻ കൺട്രി തന്നെ ചൂസ് ചെയ്യാറില്ല, ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് കൺസൾട്ടൻസ് നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് നമുക്കൊരു 3 month അല്ലെങ്കിൽ ഒരു 4 month കൊണ്ട് നമുക്ക് B1 B2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ പറ്റുമോ? നമുക്ക് B1 B2 ഒക്കെ ഒരു 3 month കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമോ നമുക്ക്?
ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് സെൻറ്റേഴ്സിൽ അങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട്. സ്കാം എന്നല്ല, ഒരു സെയിൽസ് ടോക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. ആക്ച്വലി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം, ആണെന്നും അല്ല. അപ്പം നമ്മൾ ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്യുന്ന കണക്കിരിക്കും. ഇപ്പം ജർമ്മനി പോകാനായിട്ട് ജർമ്മൻ പഠിക്കുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി പോകണം, അപ്പം ജർമ്മൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ചാൽ ജർമ്മനിയിൽ പോവാം. രണ്ടും രണ്ടാണ്. ഇപ്പൊ ഈ ജർമ്മൻ പഠിച്ചാൽ ജർമ്മനി പോകാം എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് ഇത് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ജർമ്മനി പോകാൻ ഞാൻ ജർമ്മൻ പഠിക്കുന്നു എന്നുള്ള ടീമിന് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ ഈ ഡ്യൂറേഷന്റെ കാര്യം, ഇപ്പം നോർമലി വന്നൊരു A1 മുതൽ B2 വരെ നല്ല വൃത്തിക്ക് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നോർമൽ സ്റ്റുഡൻറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 7 അല്ലെങ്കിൽ 8 മാസം പഠിക്കാൻ വേണ്ടി മാത്രം എടുക്കും, ടെക്സ്റ്റ് ബുക്സ് കവർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് കൂടിയും കുറഞ്ഞിരിക്കും. ഇപ്പോൾ ചിലർക്ക് ലാംഗ്വേജ് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത് വേരി ചെയ്യും. പിന്നെ ഈ പറയുന്ന ഈ B1 B2 3 മാസം കൊണ്ട് കവർ ചെയ്യാമെന്ന് പറയുന്ന ടീംസൊക്കെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷേ ഇവിടെ നിന്ന് അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല? ലാംഗ്വേജ് സംസാരിക്കാൻ അറിയണ്ടേ, അവർ ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണ്ടേ. ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് മാത്രം മേടിച്ച് വെച്ചുകൊണ്ടിരുന്ന ഇപ്പം കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1200-ൽ കൂടുതൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം ഇത്ര ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ ഏകദേശം 60,000-70,000 കുട്ടികളാണ് ഒരു വർഷം പഠിക്കുന്നത്. ഇതിൽ എത്ര പേര് ജർമ്മനി പോകുന്നുണ്ട്? ഇതിൽ എത്ര പേര് ജർമ്മൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്? ഇല്ല, വളരെ ചുരുക്കമാണ്. അപ്പം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനായിട്ടല്ല അവർ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് അവർക്ക് ജർമ്മനിയിൽ ചെന്ന് ഉപയോഗിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുള്ളൊരു രീതിക്ക് അല്ല അവർ പഠിപ്പിക്കുന്നത്. അവർ ജസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്? കുട്ടികൾക്കാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്. തുടക്കത്തിൽ കുട്ടികൾ വിചാരിക്കും ഷോർട്ട് ടൈമിൽ എനിക്ക് പഠിക്കാം എന്ന് പറഞ്ഞ് പോകുന്നവരും, അപ്പോൾ അവർക്ക് ലോങ് ടൈം വരുമ്പോഴത്തേനും അതെന്ത് വരും? അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അവർക്ക് ഈ പറയുന്ന 3 മാസം കൊണ്ടൊരു കോഴ്സ് പഠിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അവർ എത്രത്തോളം നോളജ് അവർക്കുണ്ടാകും? അവർ അതിലും ഹാർഡായിട്ട് പിന്നെ പഠിക്കേണ്ടി വരും. ഈ തുടക്കം ഈ 1 വർഷം നല്ലോണം സ്പെൻഡ് ചെയ്യാതെ 3-4 മാസം 5 മാസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ അവർക്ക് 1.5 വർഷം 2 വർഷം എടുക്കും പിന്നെ ഒന്നുകൂടെ പഠിക്കാൻ. തുടക്കം ബേസ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആവും. ഇതാണ് ഫാക്ട് എന്ന് പറയുന്നത്. സർ, നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ പേരും ആദ്യം വരുന്ന സമയത്ത് പബ്ലിക് യൂണിവേഴ്സിറ്റി ചോദിച്ചാണ് വരുന്നത്. പക്ഷെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറയാറുണ്ട്, ഒരു വേറെ കൺസൾട്ടൻസി കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതലും ഫോഴ്സ്ഫുള്ളി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തുകൊണ്ടിട്ടാണത്? അതുകൊണ്ട് പൊതുവെ ഇപ്പോൾ നമ്മുടെ ഈ കൺസൾട്ടിങ് ഫീൽഡ് അല്ലെങ്കിൽ അബ്രോഡ് സ്റ്റഡി കൺസൾട്ടിങ് ഫീൽഡിൽ വന്നിട്ട് ഒരു സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആക്ച്വലി ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ എലിജിബിലിറ്റി ഒരു കുട്ടീനെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റുപ്പിഡിറ്റി എന്ന് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എലിജിബിൾ ഉള്ള കുട്ടീനെ പ്രൈവറ്റ് വിടേണ്ട കാര്യമില്ല. എന്തിനാണ്? കാരണം ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ് ആണ്, ഫീസ് കൊടുക്കണം. ഇപ്പോൾ 2 വർഷത്തെ ഫീസ് മിനിമം വന്നിട്ട് ഒരു 25 lakhs വരും. ഓക്കെ, 10 ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളും ഉണ്ട്. പിന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ കാര്യം, അത് എക്സ്പെൻസീവ് ആണ്. ആക്ച്വലി ഇഫ് ദേ ആർ ക്വാളിഫൈഡ് ഫോർ മാസ്റ്റേഴ്സ് പഠിക്കാൻ അവർ റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ അവരെ വിടണം. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പുഷ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിൻ കാര്യം the consultancies, those who are pushing the students to private, they are not aware of the public university. പബ്ലിക് യൂണിവേഴ്സിറ്റിനെ കുറിച്ചോ അതിന്റെ പ്രോസസ്സുകളെ കുറിച്ചോ അഡ്മിഷൻ എടുക്കുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചോ എൻറോൾമെന്റുകളെ കുറിച്ചോ ഒന്നും ഈ കൺസൾട്ടൻസികൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർ പ്രൈവറ്റിൽ എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് ആൻ അഡ്മിഷൻ ഇൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അവർക്ക് ഡോക്യുമെന്റ്സ് കൊടുത്താൽ മതി, അഡ്മിഷൻ കിട്ടും. പക്ഷേ പബ്ലിക്കിൽ അങ്ങനെയല്ല, വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ കൺസൾട്ടൻസി എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റിലോട്ട് എല്ലാരെയും ഷിഫ്റ്റ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റിൽ പോ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സാർ, നമ്മുടെ ഇപ്പൊ നാട്ടില് 3 year ഡിഗ്രി ആൻഡ് 4 year ഡിഗ്രി ഉണ്ടല്ലോ. പൊതുവെ പറയുന്ന വെച്ചാൽ 3 year ഡിഗ്രി കഴിഞ്ഞവർക്ക് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണോ? ആക്ച്വലി ഈ കൺസൾട്ടിങ് ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്ക കൺസൾട്ടൻസിയിലുള്ളവർക്കും കൗൺസിലേഴ്സിനും ദേ ആർ നോട്ട് അവെയർ, ഫുള്ളി അവെയർ അല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച്. ആക്ച്വലി 3 വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിലും 4 വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാം. അത് അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവരെന്ത് പറയുന്നത്, അഡ്മിഷൻ കിട്ടില്ല.
അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ BSc മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ പിള്ളേരെ, പിന്നെ അല്ലാതെ ബോട്ടണി കഴിഞ്ഞവരെയൊക്കെ ഞാൻ മാസ്റ്റേഴ്സിന് ഞാൻ അയച്ചിട്ടുണ്ട്. അത് 3 years ഡിഗ്രിയാണ്. ഇപ്പോഴാണല്ലോ നമ്മുടെ നാട്ടിൽ അത് 4 years ആക്കിയത്, ബാച്ചിലേഴ്സ് ഡിഗ്രി. അതിനൊന്നും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അത് ചുമ്മാ പറയുന്നതാണ്. BTech ഡിഗ്രി ഉണ്ടെങ്കിലോ STEM പ്രോഗ്രാംസ് ഉണ്ടെങ്കിലോ 4 വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിലോ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടും എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ട്രൂ. നമുക്ക് ഏത് ബാച്ചിലേഴ്സ് ഉള്ളവർക്കും വന്ന് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം. എന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നാട്ടിൽ മാസ്റ്റേഴ്സ് ഓൾറെഡി കഴിഞ്ഞവർക്ക് ജർമ്മനിൽ എഗെയിൻ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി നമ്മുടെ നാട്ടിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഉറപ്പായിട്ടും വന്നിട്ട് എന്ത് ചെയ്യാം, ജർമ്മനിയിൽ ഒരു മാസ്റ്റേഴ്സ് എടുക്കാം. പക്ഷേ മാസ്റ്റേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിലേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ബാച്ചിലേഴ്സിന് വന്നിട്ട് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി നമ്മൾ പഠിച്ചു എന്ന് വെച്ചു. മാസ്റ്റേഴ്സിന് നമ്മൾ ബയോടെക്നോളജി മാത്രമാണ് പഠിച്ചത്. അപ്പം നമ്മൾ ജർമ്മനിയിൽ ഒരു ബയോടെക്നോളജി റിലേറ്റഡ് കോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാച്ചിലേഴ്സിന് അക്കാഡമിക്സ് ആയിരിക്കും അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഒരു മാസ്റ്റേഴ്സ് നാട്ടിലുണ്ടെങ്കിൽ ജർമ്മനിയിൽ ഒരു ഡബിൾ മാസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. സർ, നാട്ടിലല്ലാണ്ട് നമുക്ക് ജർമ്മനി പോയി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള എന്തെങ്കിലും കോഴ്സ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ടോ? അപ്പം ആക്ച്വലി ജർമ്മൻ ലാംഗ്വേജ് വന്നിട്ട് നമുക്ക് നാട്ടിലും പഠിക്കാം, ജർമ്മനിയിലും പോയും പഠിക്കാം. അതിനെക്കുറിച്ച് അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ അറിയത്തില്ല. ദർ ഇസ് ഓൾസോ ലാംഗ്വേജ് വിസ എന്ന് പറഞ്ഞ വിസ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വന്നിട്ട് സർട്ടൻ ക്രൈറ്റീരിയാസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അപ്പം നമുക്ക് ജർമ്മനി പോയി A1 മുതൽ A2 B1 B2 എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം, ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പം അറിഞ്ഞൂടാത്തവരും കാണും. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ A1 A2 B1 B2 ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ജർമ്മനി പോയി പഠിക്കുമ്പോൾ നമ്മൾ A11 A12 A21 A22 അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഏകദേശം അത് ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് 1 year എടുക്കും മിനിമം പഠിക്കാനായിട്ട്. അപ്പോൾ സർട്ടൺ റിക്വയർമെന്റ്സ് നമ്മൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ +2 കഴിഞ്ഞവർക്കോ ഡിഗ്രി കഴിഞ്ഞവർക്കോ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കോ ജർമ്മനിയിൽ ഒരു ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന് അഡ്മിഷൻ എടുത്ത് ജർമ്മനി പോയി ഒരു ജർമ്മൻ കോഴ്സ് മാത്രമായിട്ട്, ലാംഗ്വേജ് കോഴ്സ് മാത്രമായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. ജർമ്മനിയിൽ നമ്മൾ സ്റ്റഡി അല്ലെങ്കിൽ വർക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഏജ് ഒരു ക്രൈറ്റീരിയ ആണ്? എന്തെങ്കിലും ഏജ് ലിമിറ്റ് ഉണ്ടോ? അപ്പം ഏജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ജർമ്മനിക്ക് ലീഗലി വന്നിട്ട് നമ്മൾ എന്ത് പ്രോഗ്രാമിന് പോകുന്നതാണെങ്കിൽ നമുക്ക് ഒരു ഏജ് ലിമിറ്റ് എന്നുള്ളൊരു കാര്യം ലീഗലി ഇല്ല. പക്ഷേ ഇപ്പം നമ്മൾ ഒരു +2 കഴിഞ്ഞിട്ട് ഒരു ഹൗസ് ബിൽഡിങ്ങിന് പ്രോഗ്രാം പോകുന്ന സമയത്ത് നമ്മൾ +2 ഏകദേശം ഒരു 18 വയസ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, +2 കഴിയും. നമുക്ക് മാക്സിമം ഒരു 2 years എടുക്കാം. ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു കുട്ടിക്ക് 2 years എടുക്കും ഒരു B2 വരെ പഠിക്കാനെന്ന് വെച്ചു. അത്യാവശ്യം ലാംഗ്വേജ് കോഴ്സുകളും എക്സാം കാര്യങ്ങളൊക്കെ കവർ ചെയ്തെടുക്കും. സോ 20 years. ഇപ്പോൾ 20 years വന്നിട്ട് അത്യാവശ്യം ഓക്കെ ആണ്, ഒരു ഹയർ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് 21 23 24 25 മാറുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡിഗ്രി പഠിക്കാൻ പോയിട്ട് ഡിഗ്രി കഴിഞ്ഞ പിള്ളേരുണ്ട്, ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന പിള്ളേരുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് +2 കഴിഞ്ഞ് ജോലിക്ക് പോയ പിള്ളേരുണ്ട്, +2 കഴിഞ്ഞ് ITA പഠിച്ച പിള്ളേരുണ്ട്, അങ്ങനെ ഡിപ്ലോമ കോഴ്സുകൾ കഴിഞ്ഞ പിള്ളേരുണ്ട്. ഏജിൻ്റെ കാര്യം വരുമ്പോഴത്തേനും ലീഗലി നമുക്ക് പ്രശ്നമില്ല എങ്കിലും നമ്മൾ ഹയർ ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ തരുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മളെ ജോലിക്ക് എടുക്കുന്ന കമ്പനി അവർ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന എന്തായിരിക്കും, റീസെൻ്റ്ലി ഗ്രാജുവേറ്റ് ആയവർ, റീസെൻ്റ്ലി പഠിച്ചിറങ്ങിയവരായിരിക്കും അവർ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും ഏജ് നമുക്കൊരു പ്രശ്നമാവും. പക്ഷേ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പം ഔപെയറിന് പോകും, ഓൾ ഇന്ത്യ സർവീസിന് പോകും, അങ്ങനെ പോകുന്ന സമയത്ത് ഓൾറെഡി വി ആർ ഇൻ ജർമ്മനി, നമ്മൾ ഓൾറെഡി ജർമ്മനിയിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓൾറെഡി നമുക്ക് അവിടെ ഒരു ആക്സസ് ഉള്ളത് കൊണ്ട് ഏജ് ഒരു പ്രശ്നമായിട്ട് നമുക്ക് വരാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ ഓൾറെഡി ഉണ്ട്. കാരണം ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് റിക്വയർമെന്റ്സ് കൂടുതൽ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു ഓൾ ഇന്ത്യ സർവീസ് ചെയ്യാൻ പോയ ഒരു വ്യക്തി എന്ന് വെച്ചു, അപ്പം അവർക്ക് വന്നിട്ട് 26 വയസ്സ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ സർവീസ് ചെയ്യണം, അല്ല ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അവർക്ക് ലീഗലി ചെയ്യാം. ഇപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകണമെങ്കിൽ ലീഗലി മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകും. അപ്പോൾ അവരുടെ ഏജ് ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. പക്ഷേ എപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യം, ന്യൂലി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പുതിയതായിട്ട് പഠിച്ചിറങ്ങിയവരാണ് എല്ലാ കമ്പനികളും പ്രിഫർ ചെയ്യുന്നത്. ആ സമയത്ത് മാത്രമാണ് ഏജ് ഒരു ഫാക്ടർ. ലീഗലി ഒരു ഏജ് പഠിക്കാൻ പോകുന്നതിനായിട്ട് ഒരു പ്രശ്നമല്ല. ഇപ്പം ജർമ്മനിയിൽ സ്റ്റഡി പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ സ്റ്റുഡന്റിന് സാർ എന്തൊക്കെയായിരിക്കും ടിപ്സ് ആയിരിക്കും സാറിന് കൊടുക്കാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പം ജർമ്മനിയിൽ സ്റ്റഡി പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടി എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം പ്രീ പ്ലാൻ ചെയ്യുക, മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു കൺസൾട്ടൻസിയിൽ പോയി ഒരു കൺസൾട്ടന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു കൺസൾട്ടന്റ് പറയാണ്
നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടും. നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യം വെൽ പ്ലാൻഡ് ആയിരിക്കും. ഇപ്പോൾ +2 കഴിഞ്ഞ് ഹൗസ് ബിൽഡും പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഇപ്പം ഞാൻ +2 പഠിക്കുകയാണ്, എനിക്ക് ഫ്യൂച്ചറിൽ എനിക്ക് ജർമ്മനിയിലാണ് പോകേണ്ടതെന്നുള്ളൊരു പ്ലാനുള്ള ഇഷ്ടംപോലെ ആൾക്കാരുകൾ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചും ജർമ്മനിയെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. +2 നല്ല രീതിക്ക് പഠിച്ച് പാസ്സായി ഉടനെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി നിങ്ങൾ ജോയിൻ ചെയ്യുക. ജർമ്മൻ ലാംഗ്വേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജർമ്മൻ പഠിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടേതായ എഫേർട്ട് എന്തിലിടണം, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നിങ്ങളുടെ എഫേർട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ദിവസം കുറഞ്ഞതൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പുറമെ നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെതായ എഫേർട്ട് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജർമ്മൻ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റൂ. ഇപ്പം ബാച്ചിലേഴ്സ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് മാസ്റ്റേഴ്സ് ജർമ്മനിയിലാണ് പഠിക്കാൻ താല്പര്യമുള്ളെങ്കിൽ 4 വർഷത്തെ ബാച്ചിലേഴ്സ് ആണ്. 3-ാമത്തെ വർഷം മുതൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജർമ്മനി പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. നല്ലൊരു കൺസൾട്ടന്റിന് അല്ലെങ്കിൽ ഓണായിട്ട് നമുക്ക് ഒരു കൺസൾട്ടന്റിന് കണ്ടു കഴിഞ്ഞാൽ ഒരു കരിയർ ഗൈഡൻസ് പോലെ ഡീറ്റെയിൽസ് എടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ പ്രിപ്പയർ ചെയ്തിട്ട് മൂവ് ഫോർവേഡ്. എപ്പോഴും പ്രീ പ്ലാൻ ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടൊരു കാര്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സർ. അപ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജർമ്മനിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ നാട്ടിനേക്കാളും എന്താണ് സാർ ഡിഫറെൻ്റ് ആയിട്ട് ജർമ്മനിൽ എക്സ്പീരിയൻസ് ചെയ്തത്? കാരണം ഒരുപാട് സ്റ്റുഡൻസ് നമുക്കിനി അപ്കമിങ് സ്റ്റുഡൻസ് ജർമ്മനിയിലോട്ട് പോകാനുണ്ട്. സോ സാർ എന്താണ് അവിടെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് നമ്മുടെ നാട്ടിനേക്കാളും? എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് അവിടെ ചെന്നപ്പം എനിക്ക് ഫസ്റ്റ് ആയിട്ട് തോന്നിയത് ലാംഗ്വേജിൻ്റെ ഒരു ഇതാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ B2 ലെവൽ ഓഫ് ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ പോകുന്ന ഒരു വ്യക്തിക്ക് എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെന്ന ഉടനെ തന്നെ അങ്ങ് ജർമ്മൻ ലാംഗ്വേജ് സംസാരിച്ച് ഭയങ്കരമായിട്ട് ഇതായികളെ. ഒരിക്കലും അത് പറ്റത്തില്ല. നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് കൂടി പെട്ടെന്ന് ആ ഒരു ഇതിലോട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. എനിക്കൊരു 1 to 2 months എടുത്തായിരുന്നു. ഒന്ന് അവർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്നതിനും അവർക്ക് റിപ്ലൈ കൊടുക്കുന്നതിനും പ്രോപ്പറായിട്ട് ഞാൻ പഠിച്ച ലാംഗ്വേജ് എനിക്ക് യൂസ് ചെയ്യുന്നതിനും പിന്നെ നല്ല ഫ്ലുവൻ്റ് ആകാനായിട്ടൊക്കെ എനിക്ക് കുറച്ച് ടൈം എടുത്തായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കൾച്ചറൽ ഷോക്കോ ഓഫ് കോഴ്സ് നമുക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറ്റ് ദ ബിഗിനിങ് വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു ഈ ആഫ്റ്റർനൂൺ ലഞ്ചിന് മാത്രമാണ് ഒരു വാമായിട്ടുള്ള എന്തെങ്കിലും ചൂടായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ മോസ്റ്റ്ലി വന്ന് ബ്രെഡൊക്കെയാണ് അവർ കഴിക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ബ്രെഡ്സെൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബ്രോഡ്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ബ്രെഡ് ഐറ്റംസ് ആണ് കൂടുതലും. സ്പ്രെഡൊക്കെ യൂസ് ചെയ്താണ് കഴിയും, ചീസ്, ബട്ടർ, അങ്ങനത്തെ കുറെ കാര്യം. അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. പിന്നെ ഞാൻ കുക്കിംഗ് പഠിക്കുകയാണ് ചെയ്തത്, എനിക്ക് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടായി കഴിക്കാനായിട്ട്. പിന്നെ വന്നിട്ട് സൺഡേസ്. ഇപ്പോൾ ജർമ്മനിയിൽ സൺഡേ എന്ന് പറയുന്നത് റൂഹെട്ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാമായിട്ടുള്ള ദിവസം എന്നാണ് അവർ റെസ്റ്റ് ഡേ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ റെസ്റ്റ് എടുക്കുക, നടക്കാനൊക്കെ പോവുക. ഇപ്പൊ ഈവൻ അന്ന് വീട്ടിൽ റൂം പോലും ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഇതില്ല. കാരണം നമ്മൾ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അന്ന് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ലായിരുന്നു തുടക്കം പോയപ്പോൾ. ഞാൻ ഞായറാഴ്ച അല്ലേ എന്ന് പറഞ്ഞ് റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷെ അന്ന് നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള ഒരു ദിവസം ഒന്നാണ്. അന്ന് സൂപ്പർ മാർക്കറ്റ്സ് ഒന്നും ഓപ്പൺ ചെയ്യത്തില്ല, കടകൾ ഓപ്പൺ ചെയ്യത്തില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ചില റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ മാത്രമായിരിക്കും അന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ്, അത് വന്നിട്ട് ആസ് ഐ വാസ് വർക്കിംഗ്, ഞാനൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തത് കൊണ്ട് അവിടെ വേസ്റ്റ് ഓർഗനൈസേഷൻ ഒന്നല്ല, അവിടെ മൊത്തത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കരമായിട്ട് അവർ ഇത് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം പ്ലാസ്റ്റിക് വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു കവറിൽ നമ്മൾ സൂക്ഷിക്കണമെന്നും, ബയോ വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കണം, പേപ്പർ വേസ്റ്റ് സെപ്പറേറ്റ് ആണ്, നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന് നമുക്ക് സെപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് മാത്രമല്ല, നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മളെ വാച്ച് ചെയ്യും, നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും പേടിച്ചാണ് ചില സാധനമൊക്കെ ഇത് ഏതിലിടണമെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. പക്ഷെ അതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വേസ്റ്റ് മാനേജ്മെന്റ് അതൊക്കെ കൊണ്ടായിരിക്കാം അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ കിടക്കുന്നതും വലിയ അലമ്പൊന്നും ഇല്ലാത്തതും. പിന്നെ വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് ഓരോ സിറ്റിക്കും വന്നിട്ട് പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഒരാഴ്ചയിൽ ഇന്ന ദിവസമായിരിക്കും ഇന്ന വേസ്റ്റ്, ബയോ വേസ്റ്റ് എടുക്കാൻ വരുന്നത്, ഇന്ന ദിവസമാണ് റീസൈക്കിളബിൾ അല്ലാത്ത എടുക്കുന്നത്, ഇന്ന ദിവസമാണ് പേപ്പർ വേസ്റ്റ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഫുൾ പ്ലാൻ, ഒരു ഇയർലി പ്ലാൻ നമ്മളുടെ ഈ വേസ്റ്റ് ഒക്കെ വെച്ചിരിക്കുന്ന ഇതിനകത്ത് കാണും. അപ്പം അന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഡ്യൂട്ടി ഉള്ള ആളത്
എടുത്ത് പുറത്തുകൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. റെന്റ് എ ഫെസിഷോറൂം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ സ്കീം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസിനായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജർമ്മനി പോവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രം ദ ബിഗിനിങ് നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് ഒരു ഷെയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പേ അനുസരിച്ചിട്ട് ഒരു ഷെയർ റെന്റ് എ ഫെസിഷോറൂം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പെൻഷൻ സ്കീമായിട്ട് നിങ്ങൾക്ക് അത് ഇതായിരിക്കും. അത് നിങ്ങൾക്ക് റിട്ടയർമെന്റ് സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, നിങ്ങൾ എത്രത്തോളം എമൗണ്ട് അടച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പേ ഔട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം 5000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ഒരാൾക്ക് കിട്ടുന്നതായിരിക്കത്തില്ല 3000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അത് ചേഞ്ച് ആകും. ഇതുപോലെ നല്ല നല്ല എക്സ്പീരിയൻസുകളും നല്ല നല്ല പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഇതും വെച്ചിട്ട് തന്നെയാണ് ഇപ്പം ഒരു ഇത്ര വർഷമായിട്ട് ഞാൻ പിള്ളേരെ കൗൺസിൽ ചെയ്യും, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വ്യക്തമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒരു കുട്ടി ജർമ്മനി എന്ന് പറഞ്ഞ് ചോദിച്ച് വരുന്ന മുതൽ ആ കുട്ടി ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ കൗൺസിൽ ചെയ്യുന്നത്. ഈവൻ ഇവിടെ നിന്ന് പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ പോലും കുട്ടികൾ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു സെക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി തുടർന്ന് ജർമ്മനിയെക്കുറിച്ചോ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നതിന്റെ കാര്യത്തെക്കുറിച്ചോ ജർമ്മനിയിൽ ജോലിക്ക് പോകുന്നതിനെ കുറിച്ചോ റിലേറ്റഡ് ടു ജർമ്മനി എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് 100% എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.